നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ തേടി നടന്ന അവന്റെ മാലാഖ മറ്റാരും ആയിരുന്നില്ല, അതാ ദേവിക തന്നെയായിരുന്നു. ദേവികയോ? സിദ്ധു പറയുന്ന മാലാഖ ദേവികയായിരുന്നു എന്ന് ഞാനും തീരെ പ്രതീക്ഷിച്ചില്ലേട്ടാ. ഈ മോനെ ഞങ്ങൾക്കറിയാം, മേഘമലയിൽ വെച്ച് കണ്ടിട്ടുള്ളതാ. ഇപ്പൊ അവിടുത്തെ സ്വാമിയച്ഛന്റെ ചികിത്സ തുടരുന്നുണ്ടോ? ദേവിക ഇന്നലെ വിവാഹത്തിന് സമ്മതിച്ചതിന്റെ സന്തോഷത്തില് ചടങ്ങുകളൊന്നും വൈകിപ്പിക്കണ്ടെന്ന് കരുതി. അതുകൊണ്ട് ദേവികയുടെ കയ്യിൽ അണിയിക്കാനുള്ള വളയുമായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. വളയുടെ ചടങ്ങ് ഇപ്പൊ തന്നെ നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവർക്കും താല്പര്യതായ സ്ഥിതിക്ക് ഞങ്ങൾക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. അപ്പൊ ചടങ്ങിപ്പൊ തന്നെ നടത്തല്ലേ? ദേവിക്കൊന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ലേ? അവൾക്കെന്താ പ്രത്യേകിച്ച് പറയാനുള്ള? അവളുടെ സമ്മതം അവൾ അറിയിച്ചു കഴിഞ്ഞല്ലോ. ഇനി വളയിടലിനും നിശ്ചയത്തിനും ഒക്കെ പ്രത്യേക സമ്മതം വേണം. കുട്ടനെ ഞാൻ എത്രയും നാളായിട്ട് അറിയുന്നതാ. എന്നെ കുട്ടനും അറിയാം. എനിക്ക് കുട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ചടങ്ങ് നടക്കട്ടെ. സിദ്ധു, ഈ വള മോന്റെ മാലാഖയുടെ കയ്യിലിട്ട് കൊടുക്ക്. ഇതെന്തിനാ മാലാക്കിട്ട് കൊടുക്കണേ? ഇത് മാലാക്കയുടെ വളയല്ലല്ലോ. ഇത് മാലാക്കയുടെ വളയല്ല. മോനെ, മോൻ മാലാഖയെ കല്യാണം കഴിക്കാൻ പോവുക. അതിനു മുമ്പ് മാലാഖയുടെ കയ്യില് ഈ വള ഇടിയിക്കണം. അതൊരു ചടങ്ങാ, അത് നടത്തിയേ പറ്റൂ. അതിന് ഈ വള എന്തിനാ? മാലാക്കിട്ട് കൊടുക്കാൻ വേറെ വളയുണ്ടല്ലോ. വേറെ വളയോ? അതേത് വളയാ? അതൊക്കെ ഉണ്ട്. ആ വളക്കുട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇതേത് വളയാ മോനെ? ഇത് എവിടുന്ന് കിട്ടി? ഇത് മാലാഖയുടെ തന്നെ വളയാ. മേഘമല വെച്ച് അന്ന് മാലാഖിനെ രക്ഷിച്ചപ്പോ മാലാഖയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഈ വള. നീ സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നോ? കൊള്ളാമല്ലോ നീ. ഞാനേ ഈ വള മാലാക്കിട്ട് കൊടുത്തോട്ടെ. ഇനി അത് ചോദിക്കാനുണ്ടോ? ഇട്ടുകൊടുത്തോ, ചടങ്ങ് നടക്കട്ടെ.
മായേ എന്തായി വളയിടി ചടങ്ങ് കഴിഞ്ഞോ? ആ കഴിഞ്ഞു കഴിഞ്ഞു. ആ സിദ്ധു ഇതിന് സമ്മതിച്ചോ? അല്ല അവന്റെ മാലാഖെ തന്നെ വേണമെന്ന വാശിയിലായിരുന്നല്ലോ അവൻ. അങ്ങനല്ലേ നീ പറഞ്ഞേ? ആയിരുന്നു. പക്ഷെ അവന്റെ ആഗ്രഹം തന്നെ നടന്നു. അതെ, അതവന്റെ മാലാഖ തന്നെയായിരുന്നു. ഏ അവന്റെ മാലാഖയോ? അതെ ഹരിയേട്ടാ, അവന്റെ മാലാഖ തന്നെ. നമ്മൾ തേടി നടന്ന അവന്റെ മാലാഖ മറ്റാരും ആയിരുന്നില്ല. അതാ ദേവിക തന്നെയായിരുന്നു. ദേവികയോ? സിദ്ധു പറയുന്ന മാലാഖ ദേവികയായിരുന്നു എന്ന് ഞാനും തീരെ പ്രതീക്ഷിച്ചില്ലേട്ടാ. ഇവിടെ ക്ഷേത്രത്തിൽ വെച്ച് എടി അവര് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ നമ്മുടെ പെൺഡ്രൈവ് അവളുടെ കയ്യിലാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവൾ അവിടെ വന്നു കേറിയ അത് നമുക്ക് വലിയൊരു അപകടമാവും. ഇല്ല, ഈ കല്യാണം ഒരു കാരണവശാലും നടക്കില്ല. നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ആ മാലാഖേ വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. മാലാഖേ നമ്മളോട് താമസിച്ചാ മതി. എങ്ങനെ എങ്ങനെ മാലാഖ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകും മുത്തശ്ശി. നീ ആള് കൊള്ളാലോ. ഇപ്പോഴേ മാലാഖയെ വീട്ടിലേക്ക് കൊണ്ടുപോണല്ലേ? വേണം. അല്ല ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല മോനെ. കല്യാണം കഴിയണം. നിങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ് നമുക്ക് മാലാഖയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അയ്യോ, അനി എപ്പോഴാ കല്യാണം കഴിക്കുക? ഉടനെ ഉണ്ട്. കുട്ടനൊന്ന് ക്ഷമിക്കേ. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇനി എല്ലാം ശരിയായി വരും. നല്ല കാര്യങ്ങള് നടക്കാൻ തുടങ്ങുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.